എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അതിർത്തിയും സൈനികരും യുദ്ധവിമാനങ്ങളുമാണ്. പക്ഷേ ഭാവിയിലെ യുദ്ധം അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായേക്കാം. ശത്രുവിന്റെ വിമാനത്തെ നേരിൽ കാണാതെ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ആക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങളാണ് ഇപ്പോൾ ലോകശക്തികൾ വികസിപ്പിക്കുന്നത്. ഇത്തരം പുതിയ ആയുധങ്ങൾ സാങ്കേതിക വിദ്യയിൽ ചൈന നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ പ്രധാന സൈനിക വിമാനങ്ങളെ ദൂരത്തു നിന്ന് തന്നെ ലക്ഷ്യമിടാനുള്ള ശേഷി ചൈന വികസിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ഇൻഡോ പസഫിക് മേഖലയിലെ സൈനിക കണക്കുകൂട്ടലുകളിൽ വലിയ മാറ്റം വരാം. എന്താണ് ചൈന വികസിപ്പിക്കുന്നത്? റിപ്പോർട്ടുകൾ പ്രകാരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെയും എയർ ടു എയർ ആക്രമണശേഷിയും ഒന്നിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ചൈന പ്രവർത്തിക്കുന്നത്. സാധാരണ എയർ ടു എയർ മിസൈലുകൾ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തന്നെ പുറത്തുവിടുന്നതാണ്. എന്നാൽ പുതിയ രീതിയിലുള്ള ആയുധങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താനും കഴിയും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശത്രുവിന്റെ മുൻനിര യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, വ്യോമ ടാങ്കറുകൾ, നിരീക്ഷണ വിമാനങ്ങൾ, കമാൻഡ് വിമാനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇവ യുദ്ധഭൂമിയിൽ നേരിട്ട് പോരാടുന്ന വിമാനങ്ങളല്ല, പക്ഷേ ഒരു രാജ്യത്തിന്റെ വ്യോമസേനയുടെ പ്രവർത്തനത്തിന് ഇവ വളരെ പ്രധാനമാണ്. വ്യോമ ടാങ്കറുകൾ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നൽകുന്നു. അതിലൂടെ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം പറക്കാം. എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കും. കണ്ടെത്തുന്ന വിവരങ്ങൾ മറ്റു വിമാനങ്ങൾക്കും കമാൻഡ് കേന്ദ്രങ്ങൾക്കും കൈമാറും. കമാൻഡ് വിമാനങ്ങൾ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് ഈ വിമാനങ്ങളെ ദൂരത്തു നിന്ന് ആക്രമിക്കാൻ കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വ്യോമ പ്രവർത്തനത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാം. DF-70 പോലുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനത്തിന് ഏകദേശം 2400 കിലോമീറ്റർ അധികം ദൂരം സഞ്ചരിക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത്. DF-27 പോലുള്ള കൂടുതൽ ദീർഘദൂര സംവിധാനങ്ങൾക്ക് ഇതിലും വലിയ പരിധി ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹായ സംവിധാനങ്ങളും ഭീഷണിയിലാകും. ഇതാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ ഗൗരവത്തോടെ കാണാൻ കാരണം. പക്ഷേ ഒരു വിമാനത്തെ ദൂരത്ത് നിന്ന് എങ്ങനെ ആക്രമിക്കും? ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പറക്കുന്ന ഒരു വിമാനം ഒരിടത്ത് നിശ്ചലമായി നിൽക്കുന്നില്ല. അത് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആയതിനാൽ ആദ്യം വിമാനം എവിടെയാണെന്ന് കണ്ടെത്തണം. പിന്നീട് അതിന്റെ വേഗവും ദിശയും മനസ്സിലാക്കണം. ഈ വിവരങ്ങൾ തുടർച്ചയായി പുതുക്കുകയും വേണം. ഈ വിവരങ്ങളെല്ലാം ശരിയായ സമയത്ത് ആയുധ സംവിധാനത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനെയാണ് സൈനിക രംഗത്ത് കിൽ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഈ ശൃംഖലയിലെ ഏതെങ്കിലും ഭാഗത്ത് പിഴവ് സംഭവിച്ചാൽ ആക്രമണം പരാജയപ്പെടാം. അതുകൊണ്ട് മികച്ച മിസൈൽ മാത്രം ഉണ്ടായാൽ പോരാ, അതിനെ സഹായിക്കുന്ന റഡാറുകളും ഉപകരണങ്ങളും സെൻസറുകളും കമാൻഡ് സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഹൈപ്പർസോണിക് ആയുധത്തിന്റെ പ്രത്യേകത എന്താണ്? ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ആയുധങ്ങളെയാണ് സാധാരണ ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്ന് വിളിക്കുന്നത്. വേഗം മാത്രമല്ല ഇവയുടെ പ്രത്യേകത. ചില ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിനിടെ ദിശയിൽ മാറ്റം വരുത്താനും കഴിയും. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഒരു നിശ്ചിത സഞ്ചാരപാത കൂടുതലായി ഉണ്ടായിരിക്കും. ആയതിനാൽ അവയുടെ നീക്കം മുൻകൂട്ടി കണക്കാക്കാൻ സാധിക്കും. എന്നാൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളുടെ നീക്കം കൂടുതൽ സങ്കീർണമാകാം. ഇത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ചൈന വലിയ രീതിയിൽ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നിവയിൽ ചൈന വലിയ നിക്ഷേപം നടത്തുന്നുണ്ട്. ലക്ഷ്യം ഒരു പ്രത്യേക സൈനിക കേന്ദ്രത്തെ മാത്രം ആക്രമിക്കുക എന്നതല്ല, എതിരാളിയുടെ മുഴുവൻ സൈനിക സംവിധാനത്തെയും സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യമാണ് ചൈനയുടെ പ്രധാന കണക്കുകൂട്ടലുകളിൽ ഒന്ന്. അമേരിക്കയും പിന്നിലല്ല. ചൈന മാത്രം ഈ രംഗത്ത് മുന്നേറുന്നില്ല. അമേരിക്കയും ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ട്. M174B പോലുള്ള ആയുധ സംവിധാനങ്ങളും പുതിയ തലമുറ മിസൈലുകളും അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. യൂറോപ്പിലും ദീർഘദൂര മിസൈലുകൾ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതായത് ലോകത്തിലെ പ്രധാന സൈനിക ശക്തികൾക്കിടയിൽ പുതിയൊരു ആയുധ മത്സരം രൂപപ്പെടുകയാണ്. കൂടുതൽ ദൂരം, കൂടുതൽ വേഗം, കൂടുതൽ കൃത്യത എന്നിവ നേടുകയാണ് ലക്ഷ്യം. ഇതിൽ ഏറ്റവും വലിയ ആശങ്ക എന്താണ്? പുതിയ ആയുധങ്ങൾക്ക് യുദ്ധശേഷി കൂട്ടുമെങ്കിലും അപകട സാധ്യതയും വർദ്ധിക്കും. പ്രത്യേകിച്ച് ആണവ ശക്തികളായ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ തെറ്റായ ധാരണ വലിയ പ്രശ്നമാകാം. ഒരു ദീർഘദൂര മിസൈൽ വിക്ഷേപിക്കുന്നത് എതിരാളി തെറ്റായി വ്യാഖ്യാനിച്ചാൽ സ്ഥിതി പെട്ടെന്ന് ഗുരുതരമാകാം. അതുകൊണ്ട് ഇത്തരം ആയുധങ്ങളുടെ വികസനത്തോടൊപ്പം ആശയവിനിമയവും നിയന്ത്രണ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കേണ്ടത് പ്രധാനമാണ്. ഇനി എന്ത് സംഭവിക്കും? ചൈനയുടെ പുതിയ നീക്കം യാഥാർത്ഥ്യമായാൽ ഇൻഡോ പസഫിക് മേഖലയിലെ വ്യോമയുദ്ധത്തിന്റെ രീതിയിൽ മാറ്റം വരാം. ഇനി യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം മാത്രമാകില്ല പ്രധാന വിഷയം. ഒരു രാജ്യത്തിന്റെ വ്യോമസേനയെ സഹായിക്കുന്ന ടാങ്ക്
ടാങ്കറുകൾ, നിരീക്ഷണ വിമാനങ്ങൾ, കമാൻഡ് സംവിധാനങ്ങൾ എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളായി മാറാം. ഇത് സൈനിക ആസൂത്രണത്തിലും വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടും. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണശേഷിയും പ്രായോഗികവും വ്യക്തമാക്കാൻ ഇനിയും സമയം വേണ്ടിവരും. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: ഭാവിയിലെ യുദ്ധം കൂടുതൽ ദൂരത്തു നിന്നും കൂടുതൽ വേഗത്തിലും നടപ്പാക്കാനുള്ള സാധ്യതയാണ് ലോകം കാണുന്നത്. ചൈന മുന്നേറുമ്പോൾ അമേരിക്കയും പുതിയ സംവിധാനങ്ങളുമായി രംഗത്തുണ്ട്. ആയതിനാൽ ഇൻഡോ പസഫിക് മേഖലയിൽ ഇനി നടക്കുന്ന സൈനിക നീക്കങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടി വരും. കാരണം യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നത് ഇനി സൈനികരുടെ എണ്ണം മാത്രമല്ല, ആരാണ് ആദ്യം കണ്ടെത്തുന്നത്, ആരാണ് വേഗത്തിൽ പ്രതികരിക്കുന്നത്, ആരുടെ ആയുധത്തിന് കൂടുതൽ ദൂരം എത്താനാകും എന്നതും നിർണായകമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.